അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. തിരുജനനത്തിന്റെ ഓർമ്മ പെരുന്നാൾ ഒരിക്കൽ കൂടി ആഘോഷിക്കപ്പെടുന്നു. ലോക ക്രൈസ്തവ വിശ്വാസ സമൂഹം ഏതാണ്ട് മുഴുവനായും സർവ്വജനത്തിനുമുണ്ടായ ഈ മഹാസന്ദേശത്തിൽ പങ്കാളിയാകുന്നു. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും മനസാക്ഷിയെ മരവിപ്പിച്ച മുറിവുകളായി പാലസ്തീൻ, സിറിയ, ഉക്രൈൻ യുദ്ധഭൂമിയും, വിശന്നു കരയുന്ന മനുഷ്യരുടെ ദയനീയ മുഖങ്ങളും, പ്രകൃതിക്ഷോഭത്താൽ ഒലിച്ചുപോയ ഒരു നാടിന്റെ വേദനയും, മണിപ്പൂരിന്റെ കണ്ണീരും ബാക്കിയാക്കി 2024 കടന്നു പോകുമ്പോൾ ആഘോഷങ്ങളുടെ പകിട്ട് കുറഞ്ഞുപോയി എന്ന് സംശയിക്കേണ്ടി വരുന്നു. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന രക്ഷകൻ ഇന്നിന്റെ കാലത്ത് നമുക്കാരാണ്? ഈ തിരുജനനത്തിന്റെ ഏത് ഉദ്ദേശമാണ് നമ്മിൽ വ്യതിയാനം വരുത്തുന്നത് എന്ന ചെറിയ 2 ചിന്തകളിലേക്ക് ഞാൻ കടക്കട്ടെ. എല്ലാ ആഘോഷങ്ങളും പെരുന്നാളുകളും ആചാരങ്ങളും കൂദാശകളും എന്തായാലും അവയെല്ലാം കച്ചവടക്കാരന്റെ കണ്ണിലൂടെ മാത്രം കാണുന്ന ഒരു സമൂഹം ഇന്ന് ആധിപത്യം പുലർത്തുന്നു. ക്രിസ്മസ് ആയാലും ഓണമായാലും ഈസ്റ്റർ ആയാലും വിഷുവായാലും പള്ളിപ്പെരുന്നാളുകൾ ആയാലും അവയെ നിയന്ത്രിക്കുകയും നിർവചനം കൊടുക്കുകയും ചെയ്യുന്നത് ഈവന്റ് മാനേജർമാരുടെയും പരസ്യങ്ങളുടെയും അകമ്പടിയോടെയാണ്. ഈ സത്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ലോകം മുഴുവൻ വിരൽ തുമ്പിലേക്ക് ചുരുങ്ങപ്പെട്ട ഈ കാലത്ത് ഗോക്കൾ ബഹുമാനത്തോടെ വണങ്ങിയും മാലാഖമാർ പാടിയും നക്ഷത്രങ്ങൾ വഴികാട്ടിയും ആട്ടിടയർ നമസ്കരിക്കുകയും ചെയ്ത ഇളമയിൽ പിറന്ന ശിശു ഇന്ന് എനിക്കും നിങ്ങൾക്കും എവിടെയാണ്? അവരനെ കണ്ട് അസൂയ പൂണ്ട് അത്യാഗ്രഹിയായ പരദൂഷക്കാരനാവുമ്പോൾ കുടുംബം തകർക്കപ്പെടുന്നു എന്നതാണ് വാസ്തവം. ഭാര്യ ഭർതൃബന്ധം നഷ്ടപ്പെടുന്നു. പരസ്പര വിശ്വാസമില്ലായ്മ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. മക്കൾ ദൈവദാനമാണ് എന്ന കാര്യം മറന്ന് അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാത്ത, അവർക്കായി പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാകുമ്പോൾ തിരുക്കുടുംബം എന്നും മാതൃകയാണ്. അന്യപുരുഷന് വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന സമർപ്പണത്താൽ ഗർഭിണിയായി. സമൂഹത്തിൽ നിന്നും വരാവുന്ന അപമാനവും ദുഷ്പേരും തനിക്കായി വിവാഹം നിശ്ചയിക്കപ്പെട്ട പെൺകുട്ടി ഗർഭിണിയാണ് എന്നറിയുമ്പോൾ ജോസഫിനുണ്ടാവുന്ന മാനസിക സംഘർഷം, യഹൂദ മര്യാദ പ്രകാരം വിധിക്കപ്പെടുന്ന ശിക്ഷ, ഇവ എല്ലാം നാം സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ്. സംശയിക്കാത്ത, തള്ളിക്കളയാത്ത, പരസ്പരം മനസ്സിലാക്കുന്ന, ദൈവ ആലോചനയ്ക്ക് സ്വയം സമർപ്പിക്കുന്ന, തകർന്നു പോകാത്ത കുടുംബ ബന്ധം ഈശോയുടെ മാതാപിതാക്കളിലൂടെ നമുക്ക് ദർശിക്കാം. കർത്താവിന്റെ ഹിതത്തിനു മുമ്പിൽ പരിപൂർണയായി സമർപ്പിക്കപ്പെടുന്ന ഭക്തയായ മറിയം തന്റെ യൗവന മോഹങ്ങളും ജീവിത ലക്ഷ്യങ്ങളും ദൈവിക പദ്ധതിയുടെ ഭാഗമാക്കുവാൻ ഉപേക്ഷിക്കുന്നു. കർത്താവിന്റെ അടിമയാകുവാനുള്ള നിയോഗം അവൾ ഏറ്റെടുക്കുന്നു. മാനുഷിക ചിന്തയിൽ ദൈവിക പദ്ധതികളെ അപ്രായോഗികമെന്ന് ചിന്തിച്ച് ലൗകികമായ അധികാരത്തിന്റെയും സമ്പത്തിന്റെയും ആസക്തികളുടെയും അടിമകളായി തീരുന്നവർക്ക് മറിയം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന വെല്ലുവിളി. ലോകത്തിന്റെ അല്ല, കർത്താവിന്റെ ദാസന്മാരാകുവാൻ ഇന്ന് എത്ര പേർക്ക് കഴിയും? ദൈവം എവിടെയാണ് എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ഇമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ ഇരിക്കുകയും സൃഷ്ടികളോട് ഇടപെടുകയും അനുദിനം ജീവിതത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദൈവത്തെ അനുഭവിച്ചറിയുന്നവനാണ് ദൈവഭക്തൻ. സൃഷ്ടിയോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്നത് തന്റെ ജനത്തോടു കൂടി സഞ്ചരിക്കുന്ന, തന്റെ സാന്നിധ്യം കൊണ്ട് എല്ലായ്പ്പോഴും ശക്തീകരിക്കുന്ന ദൈവത്തെ അനുഭവിച്ചറിയുവാൻ നമുക്കും ഇമ്മാനുവിനോടുകൂടി വസിക്കാം. കൂടെയുള്ള ദൈവത്തെ നാം തിരിച്ചറിയണം. ബെത്ലഹേം, അപ്പത്തിന്റെ നാട്. അപ്പത്തിന്റെ നാട്ടിൽ ജീവന്റെ അപ്പമാകുന്ന ക്രിസ്തു പിറന്നു. ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും വിശക്കുന്നതായ ഭൗതിക അപ്പത്തിന്റെ സമൃദ്ധിയിൽ മയങ്ങാതെ ജീവനായകനായ യേശുവിൽ ജീവിക്കുക, അവനെ കണ്ടെത്തുക, നിത്യജീവൻ ലഭിക്കുവാൻ നിത്യ അപ്പത്തിനായി കാക്ഷിക്കുക. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ.